യേശുവിലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നുണ പറയുന്നതിനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടുന്നൊരു വചനം സങ്കീർത്തനം 5-ാം അധ്യായം 6-ാം വാക്യമാണ്. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു, രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. യേശുവിൽ സ്നേഹിക്കപ്പെടുന്നവരെ നമ്മൾ വഞ്ചന പറയാതെ നല്ല രീതിയിൽ മാത്രം സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അനന്യാസും സഹീറായും അവരുടെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവർ അവരുടെ പറമ്പ് വിറ്റ് കിട്ടിയ പൈസ അപ്പോസ്തലന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ അവർ തീരുമാനിച്ച ആ പൈസ അവർ ഭാര്യയും ഭർത്താവും കൂടി ഒത്തുചേർന്നുകൊണ്ട് കുറച്ച് പൈസ അതിനകത്തുനിന്ന് മാറ്റി വെച്ചിട്ട് അതാണ് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് ആദ്യം കൊണ്ടുപോയി പത്രോസിൻ്റെ കാൽക്കൽ അത് സമർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോഴത്തേനും പത്രോസ് ചോദിക്കുന്നുണ്ട്, നീ ഇത് തന്നെയാണോ നിങ്ങൾക്ക് ഇത് കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അവൻ അതേന്ന് പറയുന്നു. നിങ്ങളെ ഇത് പറയാനായിട്ട് പ്രേരിപ്പിച്ച ദുഷ്ടശക്തി ഏതാണെന്ന് ചോദിക്കുകയും അങ്ങനെ ചോദിക്കുന്നതിന് ശേഷം അവൻ്റെ കാൽച്ചുവട്ടിലേക്ക് അയാൾ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെതിരായിട്ട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ടുള്ള ശിക്ഷയുണ്ടാകും. അത് കഴിഞ്ഞ് അയാളുടെ ഭാര്യ വരുന്നു, ഭാര്യയോട് ഇത് തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പം ഭാര്യയും അങ്ങനെ തന്നെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവരും കൂട്ടത്തിൽ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരെ അതിനടുത്ത് തന്നെ ഭാര്യയും ഭർത്താവേയും സംസ്കരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. സമയം കിട്ടുന്നത് പോലെ അത് നിങ്ങളെല്ലാവരും ഒന്ന് വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ യേശുവിൽ സ്നേഹമുള്ളവരെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈശോ നമ്മോടൊപ്പം ഉണ്ടാകും. അത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിന്മയിൽ നിന്നെല്ലാം നമുക്ക് മോചനം നൽകി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈശോയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ സ്വയമേ വിചാരിച്ചാൽ നമുക്കൊന്നും സാധിക്കത്തില്ല. അപ്പോൾ അതിനാൽ നമുക്ക് ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിന്മയിൽ നിന്നെല്ലാം മുന്നോട്ട് പോകാം. 1 പത്രോസ് 3:16 പറയുന്ന, നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ച് പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്കൊത്ത് നമ്മൾ യേശുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തും. അപ്പോൾ ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും ദിവസം നിങ്ങൾ എന്നെ ശ്രവിച്ചു, അതിനെല്ലാത്തിനും നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കൃപയും അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.